ഷേർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, നമുക്ക് കിഡ്കി എന്ന പാഠഭാഗത്തിൻ്റെ ബാക്കി ആക്ടിവിറ്റീസ് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിലെ പതിയുടെ ഡയറി നമ്മൾ എഴുതിയിരുന്നു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ആണ് ഏതാ നമ്മുടെ ഭാര്യയുടെയും അതായത് അയാളുടെ ഭാര്യയുടെ ഡയറിയും. അതുകൂടി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, നോക്കുക. റെയിൽ ഗാഡി മേ സഫർ കർത്തെ സമയേ कोच से അനുഭവം के बारे में പത്നി की ഡയറി ലിഖേ. റെയിൽഗാഡിയിൽ യാത്ര ചെയ്ത സമയത്തെ കോച്ചിനകത്തെ അനുഭവങ്ങളെപ്പറ്റി പത്നിയുടെ ഡയറി തയ്യാറാക്കുക. ഡയറി എഴുതുന്ന ഫോമാറ്റ് നമുക്കറിയാം. ആദ്യം എന്ത് ചെയ്യണം? ഡേറ്റ്, പിന്നെ മന്ത്, അതിനുശേഷം ഇയർ. അതിൻ്റെ താഴേക്ക് മാറ്റി ഡേ ആഡ് ചെയ്യാം. നമുക്ക് തുടങ്ങാം. ആജ് കാ സഫർ മുझे एक अलग अनुभव हो गई. ഇന്നത്തെ യാത്ര എനിക്ക് വ്യത്യസ്തമായ ഒരനുഭവം ഉണ്ടായി. അതായത് ഇന്നത്തെ യാത്ര എനിക്ക് വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെ ആയിരുന്നു. ഹോഷിയാർപൂർ സേ ഹംകോ ഷാദി കാ ബുലാവ് ആയ ഥ. ഹോഷിയാർപൂർ എന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾക്ക് ഷാദിക്കുള്ള വിവാഹത്തിൻ്റെ ക്ഷണക്കത്ത് വന്നു. മേം ഞാൻ പതി ഓർ ബച്ചോं के साथ സഫർ കർത്തി ഹും. ഞാൻ ഭർത്താവിൻ്റെയും കുട്ടികളുടെയും കൂടെ യാത്ര ചെയ്യുക ആയിരുന്നു. ഇസ് ബാർ ഇപ്രാവശ്യം ഹം ഞങ്ങൾ ട്രെയിൻ മേ ജനറൽ കോച്ച് മേ സഫർ കർത്തെ ഹൈം. ഇസ് ബാർ എന്ന് വെച്ചാൽ പ്രാവശ്യം എന്നാണ്. ഈ പ്രാവശ്യം ഞങ്ങൾ ട്രെയിനിൽ ജനറൽ കോച്ചിൽ യാത്ര ചെയ്യുക ആയിരുന്നു. ഹമാരെ കോച്ച് മേ ജമ്മു की ഷാൾ बेचने वाली ഖജറാരി ആംഖോം വാലി യുവതി ആയി. ഞങ്ങളുടെ കോച്ചിൽ ജമ്മുവിലെ ഷാൾ വിൽക്കുന്ന കറുത്ത കൺമഷിയുള്ള, അതായത് കൺമഷി എഴുതിയ കണ്ണുകളുള്ള ഒരു യുവതി വന്നു. ഏക് പീസ് കോ 250 रुपये ദേനാ കഹ. ഒരു പീസിന് 250 രൂപ നൽകാൻ പറഞ്ഞു. സ്യാദാ പീസെ ലോഗി തോ കം കർ ദൂങ്കി. സ്യാദാ പീസ് എന്ന് വെച്ചാൽ കൂടുതൽ പീസെ ലോഗി തോ എടുക്കുകയാണ് എങ്കിൽ കം കർ ദൂങ്കി കുറച്ച് തരികയും ചെയ്യും. മേനെ കഹ ഞാൻ പറഞ്ഞു. ഏക് പീസ് ഒരു പീസിന് 150 रुपये തരഹ് ദൂങ്ക. അതായത് ഒരു പീസിന് 150 രൂപയ്ക്ക് തരാൻ അല്ലെ നൽകാൻ. ഉസ് യുവതി മാൻ ഗയി. ആ യുവതി അത് മാനിന സമ്മതിച്ചു. മേനെ ഞാൻ 5 ഷാൾ അലഗ് കർലി. 5 ഷാളുകൾ അലഗ് വേറെയാക്കി വച്ചു. കുൽ മൊത്തം 750 रुपये ദിയെ. മൊത്തം 700 എന്ന് വെച്ചാൽ 750 എന്ന് വെച്ചാൽ 750. ഞാൻ മൊത്തം 750 രൂപ നൽകി. വഹ് ജാനയ്ക്ക് ബാദ്, വഹ് എന്ന് വെച്ചാൽ യുവതി, ജാനയ്ക്ക് ബാദ് അവൾ പോയതിന് ശേഷം. രാസ്തെ ഫർ മേരി ചിന്ത. രാസ്ത എന്ന് വെച്ചാൽ വഴി, ഫർ നിറേ അതായത് വഴിയിൽ ഉടനീളം, മേരി ചിന്ത എൻ്റെ ചിന്ത. ഇസെ ബാത്ത് പർ അടക്കി രഹി. ഈ കാര്യത്തിൽ തന്നെ അടക്കി തങ്ങി നിൽക്കുകയും ചെയ്തു. വോ എന്ത് കാര്യം നോക്കിയേ. വോ ഏക് ബാർ മേ ഹി 150 में मान गई. गलती की थोड़ा थोड़ मोल और करना चाहिए था. വോ ഏക് ബാർ അവൾ ഒരു തവണ തന്നെ 150 രൂപയ്ക്ക് മാൻ ഗയി സമ്മതിച്ചു. ഗലത്തിക്ക് തെറ്റുപറ്റിയോ. തോടാ തോൾ മോൾ കർണ അതായത് കുറച്ചുകൂടി തോൾ മോൾ വിലപേശിയിരുന്നു എങ്കിൽ കുറയ്ക്കുകയും ചെയ്യാമായിരുന്നു എന്ന ചിന്തയായിരുന്നു എനിക്കുണ്ടായത്. യഹ് സഫർ ഈ യാത്ര മുझे കഫി നഹി ഫൂല ജാ സക്ത. എനിക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയില്ല എന്നെഴുതി ഈ ഡയറിയിലെ ഫുള്ളൊരു കോളം വരച്ച് കൊടുക്കുക. അത് ഉചിതമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ അതായത് ഈ പത്നിയുടെ ഡയറി പോലെ തന്നെ മറ്റൊരു ഡയറിയും ഇവിടെയുണ്ട്. അതായത് ആ ഷോൾ വിൽക്കാൻ വന്ന യുവതിയുടെ, ആ യുവതിയുടെ ഡയറി ചോദിച്ചാൽ നിങ്ങൾ ഈ ഡയറി ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അല്പം ഈ പത്നിയുടെ ഡയറി അല്പം ഒന്ന് മാറ്റി ആ സ്ത്രീ എഴുതുന്ന പോലെ എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് മറ്റേ ആക്ടിവിറ്റീസിൽ നോക്കാം. അതായത് ക്വസ്റ്റ്യൻ നോക്കി. ഇവിടെ 2 ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ. അത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഒന്നും അല്ല, എങ്കിലും ഒന്ന് നോക്കി വെച്ചിരിക്കണം. ചിലപ്പോൾ അറിയില്ല ചോദിക്കുമോന്ന്, അതുകൊണ്ട് നമുക്കത് പഠിച്ച് വെച്ചിരിക്കണം. നോക്കി വെച്ചിരുന്നാൽ മതി. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം, നോക്കിയിരുന്നേ. കഹാനിക്ക് കിഡ്കി അനേക ആശയോं का सूचक है समझाइए. കഹാനിയായ കിഡ്കി എന്ന, അതായത് കഹാനിക്ക് കിഡ്കി എന്ന വാക്ക്, അതായത് നമ്മുടെ സ്റ്റോറിയിലെ കിഡ്കി എന്ന ആ ഒരു ശബ്ദം,
അനേക ആശയങ്ങളുടെ സൂചകം കൂടി ആണ് സമച്ഛായയെ മനസ്സിലാക്കി തരിക എന്ന്. ഇപ്പോൾ കിഡ്കി എന്ന വാക്കിൻ്റെ ആശയങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത്. നമ്മളത് 3 പോയിന്റുകളാക്കി മാറ്റി എഴുതിയിട്ടുണ്ട്. നോക്കിയിരിക്കാം. ഒന്നാമത്തെ പോയിന്റ് നോക്കി എന്താ നോക്കിയേ. അമീർ ആർ ഗരീബ് ലോഗോं का ഭേദഭാവ്. അതായത് പണക്കാരും, അമീർ എന്ന് വെച്ചാൽ സമ്പന്നൻ, അവരും പാവപ്പെട്ടവർ ആ ജനങ്ങൾ, അതായത് പണക്കാരും പാവപ്പെട്ട ആ ജനങ്ങളുടെ ഭേദവ്യത്യാസം, അതാണ് കിഡ്കി. അതിലൂടെ നോക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, അതാണ് ആ കിഡ്കിയിലൂടെ. നോക്കിയേ, അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തേക്ക് നോക്കിയേ. खिड़की से बाहर देखते हुए अमीरों को आनंद मिलता है. കിഡ്കിയിലൂടെ ബാഹറിലേക്ക് നോക്കുമ്പോൾ, വെളിയിലേക്ക് നോക്കുമ്പോൾ അമീറായിട്ടുള്ള, പണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ആനന്ദം കിട്ടുന്നു. ലേക്കിൻ എന്നാൽ ഗരീബോं को संघर्ष की दुनिया का अहसास होता है. ഗരീബ് പാവപ്പെട്ടവന് സംഘർഷം നിറഞ്ഞ ദുനിയ, ലോകത്തിൻ്റെ അഹസാസ്, തോന്നലാണ് ഉളവാകുകയും ചെയ്യുന്നത്. അതാണ് ആദ്യത്തെ പോയിന്റിൽ കൊടുത്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ. ജീവൻ കി തലാശ് കാ പ്രതീക. ജീവിതത്തിൻ്റെ തലാശ്, ജീവിതത്തിൻ്റെ അന്വേഷണം, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാതെ എങ്ങനെയെന്ന അന്വേഷണം, അതിൻ്റെ ഒരു പ്രതീകമാണ് കിഡ്കി. നോക്കിയിരിക്കാം. നോക്കിയേ. ജീവൻ സഫി ലോഗോं को एक समान नहीं है. ജീവിതം എല്ലാ ജനങ്ങൾക്കും, സഫി ലോകം എല്ലാ ജനങ്ങൾക്കും ഏക് സമാൻ ഒരുപോലെ അല്ല. കിഡ്കി സെ ബാഹർ ദേഖ്തെ സമയ, കിഡ്കിയിലൂടെ വെളിയിലേക്ക് നോക്കുന്ന സമയത്തെ അതീത് കി യാദ് ആതി ഹെ, കഴിഞ്ഞുപോയ കാലഘട്ടത്തെക്കുറിച്ചുള്ള യാദ് ഓർമ്മ വരികയും ചെയ്യും. കിഡ്കിയാം വർത്തമാൻ और അതീത് കെ ബീച്ച് മേ മഹസൂസ് കർ രഹാ ഹെ. കിഡ്കിയാം എന്ന് വെച്ചാൽ ജനലുകൾ, വർത്തമാൻ എന്ന് വെച്ചാൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തിൻ്റെയും, അതായത് ഇന്നത്തെ, ഇപ്പോഴത്തെ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും, അതീത് കഴിഞ്ഞുപോയ കാര്യങ്ങൾ എന്താണോ അതിൻ്റെ ഇടയിലുള്ള ഒരു മഹസൂസെ, തോന്നൽ ഉളവാക്കുകയും ചെയ്യുന്നു. മനസ്സിലായ? കിഡ്കി എന്നുള്ള വാക്കിൻ്റെ ആശയമാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത നോക്കിയേ. മൂന്നാമത്തത് നോക്കുക. മൂന്നാമത്തെ പോയിന്റിലേക്ക്. പ്രതീക്ഷ ആർ സ്വപ്നം കാ പ്രതീക് ഹെ. കിഡ്കി എന്നുള്ളത് പ്രതീക്ഷയുടെയും സ്വപ്നത്തിൻ്റെയും പ്രതീകം കൂടി ആണ്. നോക്കിയിരുന്ന് എഴുതിയേക്കുന്നത്. ഗരീബോം കിഡ്കി സെ ബാഹർ ദേഖ്തെ ഹുയെ. പാവപ്പെട്ടവൻ കിഡ്കിയിലൂടെ, അതായത് ജനലിലൂടെ വെളിയിലേക്ക് നോക്കുമ്പോൾ അപ്പനെ ഭവിഷ്യക്ക് ബാരമേ സോച്ചത്തെ ഹേ. അയാളുടെ ഭവിഷ്യം എന്ന് വെച്ചാൽ വരാനുള്ള കാലഘട്ടം, അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യും. കിഡ്കിയിലൂടെ പാവപ്പെട്ടവൻ വെളിയിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഭവിഷ്യകാലഘട്ടത്തെക്കുറിച്ച് അയാൾ ചിന്തിക്കുകയും ചെയ്യും. ഏക ഉൻകി ആശാവും ഓരേ അഭാവവും കാ പ്രതീക് ബൻ സക്തി ഹേ. ഏകെന്ന് വെച്ചാൽ കിഡ്കി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആശയുടെയും അഭാവത്തിൻ്റെയും പ്രതീകമായി തീരുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മൾ 3 പോയിന്റുകളെ എഴുതി കിഡ്കിയെക്കുറിച്ച്, അതിൻ്റെ ആ വാക്കിൻ്റെ ആശയത്തെക്കുറിച്ച്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. കഹാനി കെ ലിയെ അവരേക്ക് ശീർഷക് സുചായേ ഉസ്കാ ഔചിത്യ കി ബതായേ. കഹാനിക്ക് വേണ്ടി ഒരു ശീർഷക് എന്ന് വെച്ചാൽ ടൈറ്റിൽ കൂടി എഴുതുക. സുചായത്തൊന്ന് എഴുതുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടൈറ്റിൽ ആഡ് ചെയ്യുക. എന്നിട്ട് ഇസ്കാ ഔചിത്യ ഫി ബതായേ. ആ ടൈറ്റിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ കൂടി നിങ്ങൾ ആഡ് ചെയ്യണം. എന്ന് വെച്ചാൽ കൊടുക്കുക. നമ്മൾ എഴുതിയിട്ടുണ്ട് നോക്കുക. കഹാനിക്ക് മറ്റൊരു ടൈറ്റിൽ കൊടുത്തു. മസ്തൂരംഗി സിന്ദഗി. മസ്തൂരോം എന്ന് വെച്ചാൽ തൊഴിലാളി വർഗ്ഗങ്ങൾ, അവരുടെ സിന്ദഗി ജീവിതം, തൊഴിലാളി വർഗത്തിൻ്റെ സിന്ദഗി ജീവിതം എന്നാണ് കൊടുത്തേക്കുന്നത്. നോക്കിയേ. അതിൻ്റെ എക്സ്പ്ലനേഷൻ താഴെ കൊടുത്തേക്കുന്നത്. ഇസ് കഹാനിക്ക് ലിയെ ഉചിത ശീർഷക് ഹെ. ഈ കഥയ്ക്ക് ഉചിതമായിട്ടുള്ള ഒരു ശീർഷകം തന്നെയാണ് ഇത്, ടൈറ്റിൽ തന്നെ ആകുന്നു. ക്യോം കി എന്തുകൊണ്ടെന്നാൽ ഗരീബ് ലോഗോं के जीवन में कठिनाइयों और दैनिक चुनौतियों से भरी है. എന്തുകൊണ്ടെന്നാൽ പാവപ്പെട്ടവൻ്റെ ജീവിതത്തിൽ, ഗരീബ് ലോഗോं के जीवन में, പാവപ്പെട്ടവൻ്റെ ജീവിതത്തിൽ, കഠിനായിയും കഷ്ടപ്പാടുകളും, ദൈനിക ദിവസമുള്ള ചുനൗത്തിയാം വെല്ലുവിളികളും നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചുനൗത്തിയാം വെല്ലുവിളി. ഇവിടെ പാവപ്പെട്ടവൻ്റെ ജീവിതം പ്രയാസങ്ങളും ദിവസം ദൈനികമായിട്ടുള്ള വെല്ലുവിളികൾ നിറഞ്ഞതും ആകുന്നു. റെയിൽവേ സ്റ്റേഷൻ മേ കാം കർനെ വാല ലോഗോं के आंखों में नमी देखता है. നമുക്ക് റെയിൽവേ സ്റ്റേഷനുകളിലെ ജോലി ചെയ്യുന്ന മസ്ദൂറായിട്ടുള്ള ആൾക്കാരുടെ കണ്ണുകളിൽ എന്ത് കാണാം? നമി, ഈർപ്പം കാണുകയും ചെയ്യാം. വഹാം കാം കർനെ വാല ലോഗോं के जीवन की प्रयास का प्रतीक है उसकी आंसू. വഹാം എന്ന് വെച്ചാൽ അവിടെ, കാം കർനെ വാല ലോഗോं के, അവിടെ ജോലി ചെയ്യുന്ന ജനങ്ങളുടെ
ജീവൻ കി പ്രയാസ് കാ പ്രതീക, ജീവിതത്തിൻ്റെ പ്രയാസത്തിൻ്റെ പ്രതീകം കൂടിയാണ് അവരുടെ കണ്ണുനീർ. എൻ മസ്തൂരോം കി ആംഖുമേം സദാ നമിഹെ, അവിടെയുള്ള തൊഴിലാളി വർഗത്തിൻ്റെ ആങ്ക് കണ്ണുകളിൽ സദാ എല്ലായ്പ്പോഴും നമി ഈർപ്പം ഉണ്ടാകും. ये लोग, ഈ ജനങ്ങൾ अपने परिवार के लिए काम करते हैं, ഈ ജനങ്ങൾ അവരുടെ പരിവാർ കുടുംബത്തിന് വേണ്ടി ആണ് ജോലി ചെയ്യുകയും ചെയ്യുന്നത്. इन लोगों को अपने जीवन में कई समस्याओं आती है. इन लोगों को എന്ന് വെച്ചാൽ ഈ ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരുപാട് സമസ്യാവും പ്രശ്നങ്ങൾ വരികയും അല്ലെ വന്നു ചേരുകയും ചെയ്യുന്നു. മസ്തൂരോं की जिंदगी പീഡാവും സേ ഫർത്തി ഹേ, മസ്തൂർ എന്ന് വെച്ചാൽ തൊഴിലാളി വർഗത്തിൻ്റെ, തൊഴിലാളി അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ സിന്ദഗി ജീവിതം പീഡാവും സേ പ്രയാസങ്ങൾ നിറഞ്ഞതും ആകുന്നു. ഇങ്ങനെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇതിലൊക്കെ നിങ്ങൾക്കും വേണമെങ്കിൽ എഴുതാം, അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ കിഡ്കി എന്ന പാഠഭാഗത്തിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും നമ്മളെ പഠിച്ചു കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിലെ അടുത്ത ചാപ്റ്റർ, രണ്ടാമത്തെ ചാപ്റ്ററായ ഹൈക്കു നമുക്ക് തുടങ്ങാം. ഈ പാഠഭാഗം അപ്പോഴേക്കും എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് വെക്കുക കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം? ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം.